വെൽക്കം ടു സിനിമ കട ബൈ ലിവിങ് കേരള. ഓക്കെ ഫൈൻ. ഖലീഫ കണ്ടിട്ട് പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ആരോടാ? എന്നോടാണോ? ഓക്കെ. ശരിയാണല്ലോ അല്ലേ? ലോക്കൽസിന് ഇഷ്ടപ്പെട്ടോ നോക്കി ആ രീതിയിൽ എന്നോട് ചോദിച്ചതല്ലേ? ഓക്കെ. എന്നെ സംബന്ധിച്ചോളം സൂപ്പർ പടം, ഒരു രക്ഷയില്ല. ഈ ഒരു ഓണക്കാല സിനിമകളിൽ ഒരു സൂപ്പർ ഹിറ്റ് പടങ്ങളിലൊന്ന് ഇത് തന്നെയായിരിക്കും. അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പം പടം കത്തും. അത് ഓൾറെഡി തിയേറ്റർ കത്തിയാണല്ലോ ഇറങ്ങുന്ന ആൾക്കാർ. ഓക്കെ. ആ ഒരു ഗൂസ് ബംസോട്, ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ ഫീലിങ്ങോട് കൂടി തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് ഇറങ്ങുന്ന ഓരോരുത്തരുടെ മുഖത്ത് അതുണ്ട്. വൈശാഖ് എന്ന ഡയറക്ടറെ കുറിച്ചുള്ള അഭിപ്രായം? വൈശാഖ് എന്നുള്ള ഡയറക്ടർ നമുക്ക്, എന്നെ സംബന്ധിച്ചോളം വൈശാഖ് എന്ന് പറയുമ്പോൾ പുലിപുലികൻ. പക്ഷെ എന്നിരുന്നാലും ഈ പടത്തിൽ പുലിപുലിമൊന്നുമല്ല കേട്ടോ, പുള്ളിയുടെ വിശുദ്ധനൊക്കെ ഉണ്ട്. പുള്ളി അല്ലല്ലേ, അത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴും പുള്ളി എന്നുള്ളത് ഒരു നീ സാധാരണ പറയാറുള്ള പോലെ ഒരു മിനിമം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. എന്തൊരു സാധനം കൈ കിട്ടിയാലും അത് കത്തിക്കാവുന്ന രീതിയിൽ ഇട്ടാക്കാൻ പറ്റുന്ന. അതായത് വൈശാഖൻ എന്ന് പറയുന്നത് ഇന്ന് മലയാള സിനിമയിലെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എണ്ണം പറഞ്ഞ ഡയറക്ടേഴ്സിൽ ഒരാളാണ്. പുള്ളിയുടെ ഏത് കഥ കിട്ടിയാലും കൃത്യമായിട്ട് അത് പുള്ളി ഫലിപ്പിക്കാനുള്ള കഴിവ് പുള്ളിക്കുണ്ട്. ലോസ് ആയിട്ടുള്ള പടങ്ങളുണ്ടാവാം, പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല. പക്ഷേ ഈ തിരക്കഥ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടേക്കുന്ന കഥകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, പല സിനിമകളുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ അതിൽ അടിപൊളി സ്ക്രിപ്റ്റാണ്, കാച്ചി കുറുക്കിയ സ്ക്രിപ്റ്റാണ് അല്ലേ? സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയിലടാവേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതായത് നീ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആറ്റിക്കുറുക്കി കൃത്യമായി ആറ്റിക്കുറുക്കി എന്നും പറയത്തില്ലേ? ഓക്കെ, ഇത് കട്ടാണ്. ഓക്കെ, അതൊന്നും പറഞ്ഞ കാച്ചി കുറുക്കി എഴുതിയ ഒരു സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ ഈ എന്താണ് കറക്റ്റ് സംവിധായകൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞപ്പം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാണണമെങ്കിൽ, ഒരു തിയേറ്റർ എങ്ങനെ കത്തിക്കാൻ പറ്റും എന്നുള്ളത് കാണണമെങ്കിൽ അത് തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ജിനു ഇബ്രാഹിമിന് ഈ ലണ്ടനൊക്കെ ആയിട്ട് എന്തൊക്കെയൊക്കെ കാര്യമായിട്ടുള്ള അഗാഢമായ ബന്ധമുണ്ടെന്ന്. ലണ്ടനായിട്ടുള്ള ഒരു പരിപാടിയില്ല ഇതിൻ്റെ. അത് ലണ്ടനിൽ പോയേ പറ്റൂ. പിന്നെ ജിനു ഇബ്രാഹിമിന്റെ ലാസ്റ്റ് സിനിമ എനിക്ക് തോന്നുന്ന കടുവായിരുന്നു തോന്നുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സിനിമയിൽ നന്നായിട്ട് അതിനകത്ത് ലണ്ടൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമയിൽ കാര്യമായിട്ട് നന്നായിട്ട് പണിയെടുത്തോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ല. മ്യൂസിക് അതും കൂടെ പറയാം. JC ബിജോയുടെ മ്യൂസിക് തല്ലുമാലൊക്കെ ആയിട്ട് സാദൃശ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സെയിം മലബാർ കൾച്ചറൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കത് ഉറപ്പിക്കുന്ന ഒരു സംഭവമല്ല, സിമിലാരിറ്റീസ് അല്ല. JC ബിജോയുടെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സ് പക്ഷേ സിനിമയിൽ എന്താ പറയുന്നത് വെറുതെ വന്ന് പോയിട്ടുണ്ട്. ഇന്ത്യൻ സാറിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ഒരു കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടിയില്ലെന്ന് തോന്നി. പിന്നെ മറ്റേ കിരീടത്തിലെ കിരീടമല്ലോ പടികത്തിനകത്ത് പുള്ളിയൊക്കെ എന്താ പറയുന്നത് മാമർദ് ഹാജിയുടെ പഴയ ലെഗസിയുടെ കാലത്ത് അത് വേണമെങ്കിൽ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പുള്ളിയുടെ കയറി ക്യാരക്ടർ എന്ന് പറയുന്നത് പണ്ടത്തെ കൂടെ നടന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതായത് ഇതിനകത്ത് മാമർദ് ഹാജി ആരാന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ ബോധ്യമായിട്ടുണ്ടാവും. അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ലാലേട്ടനാണ്. സ്പോയിലർ ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ വേറൊരു സംഭവം കൂടെ കിടുക്കാച്ചി അങ്ങനെയാണ്. കാരണം ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന വേറൊരു കിടുക്കാച്ചി എന്താ പറയുന്നത് കാസ്റ്റിംഗ് കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അത് സർപ്രൈസ് നമ്മുടെ ലാസ്റ്റ് ഉള്ളത് അത് ഒന്നൊന്നര സാധനമാണ്. ദൈവമേ, അത് ആരും സ്പോയിലറായിട്ട് വിടരുത്. അത് തിയേറ്ററിൽ പോയി കണ്ട് തന്നെ കാണാണ് നമ്മുടെ ഒരു അത് അല്ലേ? തിയേറ്ററിൽ പോയി തന്നെ കാണണം. കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അജാതി ഒരു സാധനം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാള് ഇതിനകത്ത് വന്ന് അജാതി ഒരു സാധനം ചെയ്ത് വെച്ചിട്ട് പോവാണ്. അജാതി എന്ന് പറയാനുള്ള നമ്മൾ മലയാള സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ അത് അജാതി സാധനം തന്നെയാണ്. എനിക്കിങ്ങനെ അജാതിയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ അതൊരു അടിപൊളി സാധനമാണ്. പക്ഷേ അടിപൊളി സാധനം അത്രേ. നീ നിന്റേതായ സിനിമാ നിരൂപണത്തിന്റെ രീതിയിൽ പറയുന്നു, നമ്മൾ സാധാരണ ഒരു കാഴ്ചക്കാരൻ. എന്തായാലും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇവനും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാം. സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും പോയി കാണാം, ഇതൊക്കെ ആസ്വദിക്കാം, എന്റർടൈൻ ചെയ്യാം. ഓക്കെ, പോയി സിനിമ കാണുക. പിന്നെ ഇത്
നമ്മൾ ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് ഇടുന്നുള്ളൂ. തെറി പറയേണ്ടവർക്ക് തെറി പറയാം, നമുക്ക് അകത്ത് യാതൊരു പ്രശ്നവുമില്ല. ആ ഒരു പടം കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെ പ്രതീക്ഷിക്കാൻ വെറുപ്പീരാണെങ്കിൽ നിങ്ങൾ സഹിച്ചോളൂ. സോറി. താങ്ക് യു. സീ യു ലേറ്റർ. ബൈ.